മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗ്രീൻ എർത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു കുട്ടി ഒരു ചിത്രം വരച്ചിട്ട് പൂർത്തീകരിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സും നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വരയ്ക്കണം? സ്റ്റെമ്മ് മാത്രമേ വരച്ചിട്ടുള്ളൂ. നമ്മളിനിടയിൽ റൂട്ട്, ലീഫ് ഒക്കെ നല്ല ഭംഗിക്ക് ഒരു ഫ്ലവർ ഒക്കെ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് ആ പാർട്സ് ഒക്കെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. ഇവിടെ ഒരു പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, റൂട്ട്. ഇനി എന്തൊക്കെ അടയാളപ്പെടുത്തണം? സ്റ്റെമ്മ്, ലീഫ്, പിന്നെ ഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, വിച്ച് പാർട്സ്? Saira is drawing the picture of a plant. What are the other parts to added in the picture? Complete the picture and write the parts. അപ്പോൾ ആ കുട്ടി വരച്ച പിക്ചറിൻ്റെ ബാക്കി പാർട്സൊക്കെ ആര് വരയ്ക്കണം? നമ്മ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് ആ പിക്ചറിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യണം? റൈറ്റ് ദ പാർട്സ്, അതിൻ്റെ പാർട്സുകളും എഴുതണം. ഓക്കെ, ലീഫ് എന്താണെന്ന് അറിയത്തില്ലേ? ഇലയാണ് നമ്മൾ എന്തെന്ന് പറയാ? ലീഫ് എന്ന് പറയാം. സ്റ്റെം എന്താണ്? ആ തണ്ട്. ആ കുട്ടി എന്തിനു മാത്രമേ വരച്ചിട്ടുള്ളൂ? സ്റ്റെമ്മ് മാത്രം വരച്ചിട്ടുള്ളൂ അല്ലേ? തണ്ട് ഭാഗം, അതിനെയാണ് നമ്മൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് എന്ന് പറയുന്നത്. ഫ്ലവർ മക്കൾക്ക് അറിഞ്ഞൂടെ എന്താണ്? പൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്ലവർ എന്ന് പറയാം. റൂട്ട് എന്ന് വെച്ചാൽ എന്താ? വേര്. അതിൻ്റെ അപ്പോൾ സ്റ്റെമ്മിൻ്റെ താഴെ കുറച്ച് ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു വരകൾ ഇങ്ങനെ വളച്ചും ഇതാക്കിയിട്ടൊക്കെ വരച്ചാൽ മതി. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റൂട്ട് എന്ന് പറയാം. അപ്പോൾ പാർട്സ് ഏതൊക്കെയാണ് ഒരു ഫ്ലവറിൻ്റെ, ഒരു പ്ലാന്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ലീഫ്, സ്റ്റെമ്മ്, ഫ്ലവർ, റൂട്ട്. മനസ്സിലായി? ലീഫ് ഇലയാണ്, സ്റ്റെമ്മ് തണ്ടാണ്, ഫ്ലവർ പൂവാണ്, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വേരാണ്. ഇത്രയും ഭാഗങ്ങളാണ് എന്തിനുണ്ടാവുക? ഒരു പ്ലാന്റിന് ഉണ്ടാവാം. ഇനി എല്ലാ പ്ലാന്റിൻ്റെയും സൈസും അതിൻ്റെ ലീഫിൻ്റെ സൈസും ഒക്കെ സെയിം ആണോ? സ്റ്റെമ്മും ഒക്കെ സെയിം ആണോ? ഒന്ന് നോക്കി. അല്ലല്ലോ. ഇപ്പം ചില പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചെടികളല്ലേ, സസ്യങ്ങളെ മുഴുവനായിട്ട് നമ്മൾ എന്താ പറയുക? പ്ലാന്റ് എന്നാ പറയുക കേട്ടോ. എല്ലാ സസ്യങ്ങളെയും ഒന്നിച്ച് പറയുന്ന പേരാണ് പ്ലാന്റ്. എല്ലാ ജന്തുക്കളെയും നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്? ആനിമൽസ്. ഓക്കെ, നമ്മൾ പൂച്ച, പട്ടി, കുരങ്ങൻ, പശു എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? ആനിമൽസ് എന്ന് പറയും. അതുപോലെ എല്ലാ എന്താണ് ചെറിയ ചെറിയ പുല്ല് തൊട്ട് വലിയ വലിയ മരങ്ങളെ വരെ നമ്മൾ ഒന്നിച്ച് എന്താ പറയുക? ഒന്നിച്ചിട്ട് നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലാന്റ്. അപ്പോൾ ലെറ്റ്സ് ക്ലാസിഫൈ. നമുക്കിനി എന്ത് ചെയ്യാം? ഈ പ്ലാന്റുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം. എങ്ങനെയാണ് തരംതിരിക്കണേ? അതിന് നമ്മൾ കണ്ടോ അല്ലേ? ചില പ്ലാന്റുകൾക്ക് എന്താണ്? പൊക്കം കുറവാണ്. ചിലതെന്താണ്? ഭയങ്കര പൊക്കമാണ്. ചിലതിന് കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. ചിലതിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ലീഫിൻ്റെ സൈസ് വ്യത്യാസമുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ലെറ്റ് ആസ് ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? എല്ലാ പ്ലാന്റുകളും ഒരുപോലെയാണോ? ആണോ? അല്ല അല്ലേ? വാട്ട് ആർ ദ ഡിഫറൻസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ടീച്ചർ ഇപ്പം തന്നെ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ചില പ്ലാന്റുകൾക്ക് ഹൈറ്റ് കൂടുതലാണ്, അപ്പോൾ അവരുടെ സൈസ് അല്ലേ? പ്ലാന്റിൻ്റെ സൈസുകൾ ചിലത് വ്യത്യാസമാണ്. പിന്നെ നമുക്ക് എന്തെന്ന് പറയാം? അതിൻ്റെ സ്റ്റെമ്മിൻ്റെ സ്ട്രെങ്ത്. സ്റ്റെം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മക്കൾ വരച്ചില്ലേ നേരത്തെ പടത്തിൽ? ആ സ്റ്റെമ്മുകൾ എല്ലാത്തിനെയും ഒരുപോലെയാണോ പ്ലാന്റുകളുടെ? അല്ല അല്ലേ? സ്റ്റെമ്മുകളുടെ ടൈപ്പ്, സ്റ്റെം ടൈപ്പ് വ്യത്യാസമാണ്. പിന്നെയോ ഇപ്പം നമ്മുടെ മാംഗോ ട്രീ ഒക്കെ ആണെങ്കിൽ എന്താണ്? ഒരുപാട് വർഷങ്ങൾ ജീവിക്കും അല്ലേ? ഒരുപാട് വർഷങ്ങളോളം അതുണ്ടാവും. അതേ സ്ഥാനത്ത് തുളസി ചെടി കൊണ്ടെന്ന് വെച്ചാലോ അതൊരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ വാടിപ്പോവും. അപ്പോൾ അവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയും. അതിന് പറയുന്ന പേരാണ് ലൈഫ് സ്പാൻ. അതെന്താണ്? കുറവാണ്. ചിലതിൻ്റെ ലൈഫ് സ്പാൻ കുറവും, ചിലതിൻ്റെ എന്താണ്? ഒരുപാട് വർഷവും ജീവിക്കും. ചിലത് 1 വർഷം, ചിലത് 6 മാസം, ചിലതാണെങ്കിലോ വർഷങ്ങളോളം ജീവിക്കും. അപ്പോൾ പല പ്ലാന്റുകളുടെയും ലൈഫ് സ്പാൻ എന്താണ്? വ്യത്യാസമായിരിക്കും. പിന്നെയോ ഇലകളെല്ലാ ചെടികളുടെ ഒരുപോലെയാണോ? ആണോ? അല്ല. അതിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട്, ഷേപ്പിലും വ്യത്യാസമുണ്ട് അല്ലേ? ലീഫിൻ്റെ സൈസിലും ഷേപ്പിലും വ്യത്യാസമുണ്ട്. ഇനി പിന്നെയോ എല്ലാ ചെടികളും പൂവിടോ? ഇല്ല, ചില ചെടികൾക്ക് മാത്രമേ പൂവിടുള്ളൂ. അപ്പോൾ ഫ്ലവറുകളുടെ ഇതിലും വ്യത്യാസമുണ്ട്, ഫ്രൂട്ട്സുകളുടെ ഇതിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് തരത്തിൽ നമുക്ക് അവയെ തരംതിരിക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതാൻ പറ്റും? വാട്ട് ആർ ദ ഡിഫറൻസ് എന്ന് ചോദിച്ചു കൊടുത്താൽ എന്തൊക്കെ എഴുതാൻ പറ്റും? സൈസ് എഴുതാം, സ്റ്റെം ടൈപ്പ്, ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അവരെ വയസ്സ് അല്ലേ?
ചില പ്ലാന്റുകൾ ഒരുപാട് പ്രായം വരെയും ജീവിക്കുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയാം. അപ്പം ലൈഫ് സ്പാനിൽ വ്യത്യാസമുണ്ട്. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ലീവ്സ്, ഇലകളുടെ ഷേപ്പിലും സൈസിലും വ്യത്യാസമുണ്ട്. പ്രസൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അല്ലെ ഫ്രൂട്ട്സിലും ഫ്ലവറിനും ഫ്രൂട്ട്സിലും ഒക്കെ വ്യത്യാസമുണ്ട്. ലീഫ് നമ്മൾ സിംഗുലറായിട്ട് എഴുതുമ്പോഴാണ് LEAF എന്ന് എഴുതാം. ഇവിടെ എന്താണ് LEAVES എന്ന് പറയുമ്പോൾ എന്നത് പ്ലൂറലാണ് കേട്ടോ. ഒന്നിലധികം ഇലകൾ നമ്മൾ പറയുന്നതാണ് എന്ത്, ലീവ്സ്. ഓക്കെ, സ്പെല്ലിങ് നോക്കണം കേട്ടോ. ഇനി ഇവിടെ കുറേ ചെടികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ചെടികളാണുള്ളത്? പാഡി ഉണ്ട്, ചെത്തിണ്ട്, ഹിബിസ്കസ് ഉണ്ട്, പിന്നെ ചീര, പിന്നെന്താണ് ബനാന ട്രീ ഉണ്ട്, തൊട്ടാവാടി, മാംഗോ ട്രീ, റോസ്, തെങ്ങ് അല്ലെ, കോക്കനട്ട് ട്രീ. ഇവ ഇങ്ങനെ കുറേ തരത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. വിച്ച് പ്ലാന്റ്സ് ഡു യു സീൻ ഇൻ ദ പിക്ചർ? എന്തൊക്കെ പ്ലാന്റുകളാണ് കണ്ടത് നമ്മൾ പറഞ്ഞു അല്ലെ, എന്തൊക്കെ പ്ലാന്റ്സ് ആണ് അതിൽ കണ്ടതെന്ന്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? ഇവയുടെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് കോക്കനട്ട് ട്രീയുടെ സ്റ്റെം എന്താണ്, ഹാർഡ് ആൻഡ് ലോങ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ. റോസിൻ്റെ സ്റ്റെമ്മോ അത്രയ്ക്ക് ഹാർഡല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ പൊക്കം വെച്ചിട്ടുണ്ട്. പക്ഷെ മാംഗോ ട്രീയുടെയോ ഭയങ്കര വലിയ സ്റ്റെമ്മാണ് അല്ലേ. അതേപോലെയാണോ തൊട്ടാവാടിയുടെ? റോസിനേക്കാളും തൊട്ടാവാടിയുടെ സ്റ്റെമ്മിന് എന്താണ്, കനം കുറവാണ് അല്ലേ. ബനിയൻ ട്രീ, നമ്മുടെ ആൽമരത്തിൻ്റെ ഒക്കെ എന്താണ്, ഒരു വലിയ മരത്തിൻ്റെ തണ്ടാണ് അല്ലേ സ്റ്റെമ്മ്. അതേ സ്ഥാനത്ത് ചീരയുടേതോ, ചീരത് റോസിൻ്റെ അത്രയ്ക്കൊന്നും സ്റ്റെമ്മിന് എന്തില്ല, ബലമില്ല. പക്ഷെ തൊട്ടാവടിനേക്കാളും ഉണ്ട് എന്തായാലും. ചെമ്പരത്തിയും അങ്ങനെ തന്നെ, ചെമ്പരത്തിക്ക് കുറച്ച്. പിന്നെ ചെത്തി, പിന്നെന്താണ് പാഡി, നെല്ലിൻ്റെ സ്റ്റെമ്മ് ഭയങ്കര വീക്കാണ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ സ്റ്റെമ്മ് എന്താണ്, ഓരോ തരത്തിലുള്ള ഫീച്ചറുകളാണുള്ളത്. വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ദെയർ സൈസ്? അവരുടെ ഹൈറ്റ് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലത് ചെറുതാണ്, ചിലത് ഭയങ്കര ചെറുതാണ്, ചിലതോ ഭയങ്കര വലിയ സൈസും. ഹൗ ലോങ് വിൽ ദേ ലിവ്? അവരുടെ ലൈഫ് സ്പാനും ഒരുപോലെയാണോ? ബനിയൻ ട്രീ, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ അവർക്ക് പിന്നെയും കുറച്ചധികം നാളും ജീവിക്കും അല്ലേ. പക്ഷെ അതേ സ്ഥാനത്ത് ഹിബിസ്കസ്, പാഡി, പിന്നെ നമ്മുടെ റോസ് ഒക്കെ ഒരുപാട് കാലം ജീവിക്കുമോ? ഇല്ല, അവരുടെ ലൈഫ് സ്പാൻ കുറച്ച് ഷോർട്ടാണ്. മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. അപ്പോൾ അടിയിൽ കുറച്ച് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്യാനാണ് പറയണത്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. എന്നിട്ട് നമ്മുടെ സ്കൂളിൽ ഗാർഡൻ പോയി നോക്കിയിട്ട് ഓരോ പ്ലാന്റിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഈ ചാർട്ട് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. ആദ്യം സ്പിനാച്ച്, ചീര, അതിൻ്റെ തണ്ട് എങ്ങനെയാണ്, സ്റ്റെമ്മ് സോഫ്റ്റ് ആണോ ഹാർഡാണോ? വെരി ഹാർഡാണ്. ഏതാണ്, സോഫ്റ്റ് ആണ് അല്ലേ. ഓൾറെഡി അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. സൈസ് സ്മോൾ, ബിഗ്, വെരി ബിഗ്. എന്താണ് സൈസ്, സ്മോളാണ് അല്ലേ. ഇതൊക്കെ അവിടെ ടിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഹൗ ലോങ് വിൽ ലീവ് ഇറ്റ് ലീവ്? ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? എത്ര കാലം അത് ജീവിക്കും? മന്ത്സ്. ഒരു വർഷം ഒന്നും അത് ജീവിക്കില്ല. ചീര നമുക്കറിയാം അല്ലേ, 3-4 മാസം കഴിയുമ്പോഴത്തേനും അത് പൂവൊക്കെ വിട്ട് അതിൻ്റെ ലൈഫ് സ്പാൻ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, മന്താണ്. ഇനി അടുത്ത എന്താണ്, ഹിബിസ്കസ്. ഹിബിസ്കസ് അറിഞ്ഞൂടെ, ചെമ്പരത്തി. ചെമ്പരത്തിയുടെ സ്റ്റെം എങ്ങനെയാണ്, സോഫ്റ്റ് ആണോ? ഇച്ചിരി ഹാർഡാണ് അല്ലേ. അതൊക്കെ ഒടിച്ചും കണ്ട് നമ്മൾ തല്ലാറില്ലേ. അപ്പം അത് നമുക്കറിയാമല്ലോ, ഇത്തിരി ഹാർഡാണത്. ഇനി അടുത്തത് സൈസ് എന്താണ്, ബിഗാണ്. പക്ഷെ വെരി ബിഗ് അല്ല, എന്നാൽ സ്മോളോ അല്ല. അപ്പം ബിഗ് കൊടുക്കുക അല്ലേ നമുക്ക്. പിന്നെ ലൈഫ് സ്പാൻ എങ്ങനെയാണത്, കുറച്ച് നാൾ ജീവിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളൊന്നും ജീവിക്കൂല. 1 വർഷം 2 വർഷമൊക്കെ വേണമെങ്കിൽ ജീവിക്കുമായിരിക്കും. ഇനി അടുത്തതാണ് മാംഗോ ട്രീ. മാംഗോ ട്രീ നമുക്കറിയാം, സ്റ്റെം എന്താണ്, വെരി ഹാർഡാണ് അല്ലേ. വെരി ഹാർഡല്ലേ മാംഗോ ട്രീയുടെ. ഇനിയോ സൈസോ വെരി ബിഗ് ആണ്. അതുപോലെ അതിൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്? മെനി ഇയേഴ്സ്. ഇനി നമുക്ക് അടുത്തതൊക്കെ ഫില്ല് ചെയ്യാം. കുറച്ചെണ്ണത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. കോക്കനട്ട് ട്രീ എങ്ങനെയാണ്, ഹാർഡാണ്. സൈസോ ബിഗാണ്. ലീവ് മെനി ഇയേഴ്സ്. ടിക്ക് ചെയ്യാം കേട്ടോ കോക്കനട്ട് ട്രീന്ന് എഴുതിയിട്ട്. ഇനി നമുക്ക് എന്ത് എഴുതാം, ചെത്തി എങ്ങനെയാണ്, ഹാർഡാണ്. പിന്നെയോ ബിഗാണ്. ലീവ് മെനി ഇയേഴ്സ് ഇല്ല, ഇയേഴ്സിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക കേട്ടോ ചെത്തി എഴുതുമ്പോൾ. റോസും സെയിം തന്നെ, ഹാർഡാണ്, ബിഗാണ്. പക്ഷെ എന്താണ്, മെനി ഇയേഴ്സ് ഇല്ല, ഇയേഴ്സാണ്, മന്തും അല്ല, ഇയേഴ്സ് ടിക്ക് ചെയ്യാം.
നമുക്കിനി മിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിനര എങ്ങനെയാണ്? സ്റ്റെം സോഫ്റ്റ് ആണ് അല്ലേ? സൈസോ സ്മോൾ ആണ്. എത്ര കാലം അത് ജീവിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? മന്ത്സ് ആണ് അല്ലേ? ഇയേഴ്സ് ഒന്നും നിൽക്കില്ല, അപ്പൊ മന്ത്സ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. പ്ലാന്റ്സ് എങ്ങനെയാണ്? സ്റ്റെമ്മിന്റെ കാര്യത്തിലാണെങ്കിലും സൈസിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുന്ന ഒരു കാലം അല്ലേ? ജനനം തൊട്ട് മരണം വരെ ജീവിക്കുന്ന ഒരു കാലയളവിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? 3 തരത്തിലാണെന്ന് മനസ്സിലായി. ചിലത് വീക്കാണ്, ഹാർഡാണ്, വെരി ഹാർഡാണ്. അതുപോലെ എന്താണ്? സ്മോളാണ്, ബിഗ് ആണ്, പിന്നെ എന്താണ്? വെരി ബിഗ് ആണ് അല്ലെ? ലൈഫ് സ്പാൻ ആണെങ്കിൽ എന്താണ്? മന്ത്സ്, ഇയേഴ്സ്, സോ മെനി ഇയേഴ്സ്, അങ്ങനെയാണ്. നമുക്ക് ഇതിനെ 3 പ്ലാന്റ്സിനെ തരംതിരിച്ചൂടെ? എങ്ങനെ തരംതിരിക്കാം? സോഫ്റ്റായ പ്ലാന്റ്സിന്റെ എല്ലാം സൈസ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അത് പിന്നെ എങ്ങനെയായിരിക്കും? മന്ത്സ് ആയിരിക്കും അല്ലെ? കുറച്ചു കാലേ ജീവിക്കുള്ളൂ. അപ്പൊ അവയെ നമുക്ക് എന്തെന്ന് പറയും? ഹെർബ് എന്ന് പറയാം. അവയ്ക്കധികം പൊക്കുണ്ടാവില്ല, അവരുടെ സ്റ്റെമ്മ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. അവയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഹെർബ്. എന്താണ്? ഹെർബ്. ഇനി അടുത്തത് എന്താണ്? ഹാർഡായതാണ് അല്ലെ? ഈ ഹാർഡായതിന്റെ സൈസ് എന്താണ്? ബിഗ് ആണ്. പിന്നെ അവയോ? ഇയേഴ്സ്, കുറച്ച് കൊല്ലങ്ങൾ ജീവിക്കും അല്ലെ? 1 2 ഒക്കെ കൊല്ലങ്ങൾ ജീവിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഷ്രബ്. എന്താണ്? ഷ്രബ്. ഇനി ചില പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ വെരി ഹാർഡാണ് അവരുടെ സ്റ്റെമ്മ്. പിന്നെ സൈസ് ആണെങ്കിലോ വെരി ബിഗും ആണ്. അപ്പൊ അവർ എത്ര വർഷം ജീവിക്കും എന്ന് വെച്ചാൽ എന്താണ്? കുറേ വർഷം ജീവിക്കും അല്ലെ? മെനി ഇയേഴ്സ് ആണ്. നിങ്ങൾ നോക്കിയപ്പോ കോക്കനട്ട് ട്രീയുടെ നോക്കി അങ്ങനെയല്ലേ ടിക്ക് ചെയ്തിരിക്കുന്നത്? അപ്പൊ അവരെ നമുക്ക് എന്തിലും ഉൾപ്പെടുത്താം? ട്രീ അല്ലെ? അവരെന്താണ്? ട്രീ. അപ്പൊ 3 തരത്തിലാണുള്ളത്. എന്തൊക്കെയാണ്? ഹെർബ്, ഷ്രബ്, ട്രീ. ഓക്കെ. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? എന്താണ് ആ ടേബിളിൽ നിന്ന് പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരെന്താണ്? ഹെർബ്സ് ആണ്. ഹെർബ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ചെറിയ സൈസാണ്, സ്റ്റെമ്മ് സോഫ്റ്റ് ആണ്, ആകെ മന്ത്സ്, അതായത് മാസങ്ങൾ മാത്രം ജീവിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹെർബ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പൊക്കം കുറവുള്ളത്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? നിങ്ങൾക്ക് എൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് സ്റ്റെമ്മ് സോഫ്റ്റ് ആണ്, പിന്നെന്തെന്ന് പറയാം? ലീവ്സ് ഓൺലി ഫ്യൂ മന്ത്സ്, പിന്നെ നോ ഡീപ്പ് റൂട്ട് അല്ലെ? വലിയ വേരുകളൊന്നും ഇല്ലായിട്ട് ആൾക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം വേര് ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടൂലല്ലോ. അപ്പം നമുക്ക് എഴുതാം നോ ഡീപ്പ് റൂട്ട്സ്. പിന്നെന്താണെന്ന് പറഞ്ഞാൽ നോ ലീവ് മെനി ഇയേഴ്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ്? ലീവ്സ് ഓൺലി ഫ്യൂ മന്ത്സ്. ലീവ്സ് ഓൺലി മന്ത്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഡു യു നോ ആസ് വി ആർ വെരി ടോൾ? നിങ്ങൾക്ക് എന്നെ അറിയൂലേ? ഞാനെന്താ? വളരെ വലുതാണ്. ആരാണ് പറയണത്? മാംഗോ ട്രീ ആണ് പറയുന്നത്. വി ഗ്രോ വെരി ടോൾ, വി ആർ ട്രീസ്. ഞങ്ങൾ ആരാണ്? ട്രീസ് ആണ്. അപ്പോൾ വളരെ പൊക്കത്തിലുള്ളവയെ നമുക്ക് എന്തെന്ന് പറയാം? ട്രീസ് എന്ന് പറയാം. വളരെ ചെറുതാരായിരുന്നു? ഹെർബ്സ്. വളരെ വലുതാണ് ആരാണപ്പോൾ? ട്രീ. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഞങ്ങളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. വെരി ഹാർഡ് സ്റ്റെം. അവരുടെ സ്റ്റെം എന്താണ്? ഹാർഡാണ്. പിന്നെ നമുക്ക് എഴുതിക്കൂടെ? സൈസ് ബിഗ് ആണെന്ന് എഴുതാം. പിന്നെ എന്താണ്? ഒരുപാട് വർഷം ജീവിക്കും അല്ലേ? ലീവ്സ് മെനി ഇയേഴ്സ് എന്ന് വേണമെങ്കിലും നമുക്കതിൽ കൂടെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ കേട്ടോ. നമ്മുടെ ആ മുകളിലത്തെ ബോക്സിൽ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ടിക്കറ്റ് കൊടുത്തില്ലേ? അത് നോക്കിയിട്ട് ഓരോന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്തത് ആരാണ്? ത്രൂ വി ആർ സ്മോൾ. ഞങ്ങൾ എന്താണ്? ചെറുതാണ്. അവർ സ്റ്റെംസ് ആർ പ്രിറ്റി ഹാർഡ്. എന്ന് വെച്ചാൽ നമ്മൾ ആ മുകളിലെ ചീരത്തണ്ടിനെ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പിച്ചി പറിക്കാം അല്ലേ? പക്ഷെ ചെമ്പരത്തിൽ നമ്മിങ്ങനെ നഖത്തോണ്ട് ഇങ്ങനെ പിച്ചി പോയി കഴിഞ്ഞാൽ നമ്മുടെ നഖം വേദന എടുക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഹാർഡാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് ബലം ഉപയോഗിച്ച് കൈ കൊണ്ട് ഒടിച്ചെടുക്കണമെങ്കിൽ ഒക്കെ എടുക്കാം. അപ്പോൾ അവരുടെ സ്റ്റെം എന്താണ്? ചീരനേക്കാളും ഹാർഡാണ്. പക്ഷെ ആരത്രയും ഹാർഡല്ല? ട്രീയുടെ അത്രയും ഒന്നും ഹാർഡും അല്ല. വി ആർ കോൾഡ് ഷ്രബ്സ്. അവ എന്താ പറയുക? ഷ്രബ്സ്. ഓക്കെ. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഞങ്ങളുടെ ഫീച്ചേഴ്സ് പറയാനാണ് പറയുക. അപ്പം നമ്മൾ 3 തരത്തിലുള്ളത് പഠിച്ചു. ആരൊക്കെയാണ്? ഏറ്റവും ചെറുത് ആരാണ്? ഹെർബ്. അവയേക്കാളും പൊക്കമുണ്ട്, അവയേക്കാളും കൂടുതൽ കാലം ജീവിക്കും. അവരതിനേക്കാളും സ്റ്റെമ്മിനൊക്കെ എന്താണ്? സ്ട്രോങ് ആണ്. അവയെ നമ്മൾ എന്തെന്ന് പറയും? ഷ്രബ്.
ഇനി ഈ ഷ്രബിനേക്കാളും പൊക്കത്തിയിൽ ഒരുപാട് വർഷങ്ങളോളം ജീവിക്കുന്ന സ്റ്റെമ്മിന് ഭയങ്കര ഹാർഡായിട്ടുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രീ. ഓക്കെ, ആരൊക്കെയാണ്? ഹെർബ്, ഷ്രബ്, ട്രീ. മാറൂലല്ല? ഒന്നുകൂടിയും പറഞ്ഞ്, ഹെർബ്, ഷ്രബ്, ട്രീ. സ്പെല്ലിങ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഹെർബ് ഏറ്റവും ചെറുത്, സ്റ്റെമ്മൊക്കെ വളരെ വീക്കായത്, അധികം പൊക്കമൊന്നും ഇല്ലാത്തത്. ഷ്രബ് എന്ന് പറയുന്നത് എന്താണ്? അതിലും കുറച്ചും കൂടിയും പൊക്കമുള്ളത്, സ്റ്റെമ്മ് കുറച്ചും കൂടി ഹാർഡായത്, കുറച്ചും കൂടി വർഷം, 1 വർഷം 2 വർഷമൊക്കെ ജീവിക്കുന്നത്. ട്രീ എന്ന് പറയുമ്പോഴോ ഒരുപാട് വർഷങ്ങൾ ജീവിക്കും. 50, 60, 70, 80, 100 കൊല്ലമൊക്കെ വേണമെങ്കിൽ ജീവിക്കും. മനസ്സിലായി? അവയെ പിന്നെ അവരുടെ സ്റ്റെം എന്തായിരിക്കും? ഭയങ്കര ഹാർഡായിരിക്കും, ബിഗ് സൈസായിരിക്കും. അല്ല, അത്രയും വർഷം ജീവിക്കുമ്പോൾ തന്നെ അവർ വലുതായി വരല്ലേ, അപ്പോൾ വലിയ സൈസും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെന്ന് പറയുക? ട്രീ എന്ന് പറയാം. ട്രീ നമുക്ക് എന്തായാലും അറിയാം, നമുക്ക് എപ്പോഴും തെറ്റാ ഹെർബും ഷ്രബുമാണ്. അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഹു എൽസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. അപ്പോൾ സ്പിനാച്ചിൻ്റെ, അതായത് ഹെർബിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെയാണ്? അതുപോലത്തെ ഉള്ള ചെടികൾ ഏതൊക്കെയാണ്? ഷ്രബ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഹിബിസ്കസ് ഒരെണ്ണം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന ചെടികൾ ഏതൊക്കെയാണ്? ട്രീയിൽ പെടുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് എഴുതാം. ഹെർബിൻ്റെ താഴെയായിട്ട് എഴുതാം മിൻറ്റ്, ഗ്രാസ്, പാഡി. മിൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയൂലേ? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഗ്രാസ് നമുക്കറിഞ്ഞിട്ടെ, പുല്ല്. പാഡി അറിഞ്ഞൂടെ? പാഡി എന്താ? നെൽച്ചെടി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിലാണ് പെടുന്നത്? ഹെർബിലാണ് പെടുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഷ്രബ് എന്താണ്? ഷ്രബ് കുറച്ചും കൂടിയും കാലം ജീവിക്കുന്നത് അല്ലേ? അത് ഏതൊക്കെയാണ്? റോസ്, ജാസ്മിൻ, ലെമൺ ഒക്കെ എന്താണ്? ഷ്രബിലാണ് പെടുന്നത്. റോസ്, ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുല്ലപ്പൂവിൻ്റെ ചെടി. തൈ കണ്ടിട്ടില്ലേ? ജാസ്മിൻ, പിന്നെ ലെമൺ. ഇനി ട്രീയിൽ എന്തൊക്കെയാണ് വരുന്നത്? മാംഗോ ട്രീ, ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആൽമരം, കോക്കനട്ട് ട്രീ. അത് പറയണ്ടല്ലോ, എന്താ? നമ്മുടെ തെങ്ങല്ലേ. ഇനി അടുത്തത് നീം ട്രീ. നീം ഏതാണെന്നറിയോ? നമ്മുടെ വേപ്പ് മരം എന്നൊക്കെ പറയും. കറിവേപ്പല്ല കേട്ടോ, നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന വേപ്പിൻ്റെ അല്ല, അല്ലാത്തൊരു ഇലയുള്ളത്, നമ്മൾ കടിക്കുമ്പോൾ ഒക്കെ കയ്പ്പ് വരുന്നൊരില അറിയില്ലേ? വേപ്പ് മരം തന്നെയാണ് പറയാം. അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും നമ്മ, അതിൻ്റെ അല്ല. അതാണെന്ത്? നീം ട്രീ. ഇനി ഡ്രോ ആൻഡ് കണക്റ്റ്, വരച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അത് ഞാൻ കണക്ട് ചെയ്യണ്ടല്ലോ. ഷ്രബ് ഏതാ? വളരെ ചെറുതുമല്ല വളരെ വലുതും അല്ലാത്ത ചെടികൾ. ഇതിലേതൊക്കെ? ഹിബിസ്കസ്, ചെത്തി, അതൊക്കെ എന്തിലാണ് വിടുന്നത്? ഷ്രബിലാണ് വിടുന്നത് അല്ലേ? ഇനി ഹെർബ് ഏതൊക്കെയാണ്? ഹെർബ്, ചീര, മുക്കുറ്റി, അതൊക്കെ എന്തിലാണ് വരുന്നത്? ഹെർബിലാണ്, ഹെർബ് അല്ലേ? പിന്നെ നമ്മളുടെ കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ ഒക്കെ എന്താണ്? ട്രീയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? അതെന്തിലാണ് വരുന്നത്? ട്രീയിലാണ് വരുന്നത്. ആ കോക്കനട്ട് ട്രീയുടെയും ബനിയൻ ട്രീയുടെ ഇടയിലുള്ളത് ഹെർബാണോ ഷ്രബാണോ നിങ്ങൾ തന്നെ നോക്കി പറയട്ടോ. സോഫ്റ്റ് ആണോ അതിൻ്റെ സ്റ്റെമ്മ്? ഒരുപാട് വർഷം ജീവിക്കോ അല്ലെങ്കിൽ 1 വർഷം ജീവിക്കോ? ഇതൊക്കെ ഒന്ന് നോക്കി പറയട്ടോ. സൈസ് ഇതൊക്കെ നോക്കിയിട്ട് ഹെർബാണോ ഷ്രബാണോ? ട്രീ അല്ല അതെന്തായാലും ഒന്ന് പറഞ്ഞു തരട്ടോ, കമൻറ്റ്. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. ഞങ്ങൾ ആരാണ്? വൈൻ പ്ലാന്റ്സ് ആണ്. ഞങ്ങളും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അതായത് ഹെർബ്, ഷ്രബ്, ട്രീ കൂടാതെ എന്തെന്ന് പറയുന്നത് വൈൻ പ്ലാന്റ്സ് എന്നുള്ളൊരു വിഭാഗം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. വൈൻ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? എന്തൊക്കെ ഫീച്ചറുകളാണ് അതിനുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇത്രയും നേരമുള്ളത് എങ്ങാണ്ട് സോഫ്റ്റ് സ്റ്റെം ആണെങ്കിൽ കൂടിയും അവ എന്താണ്? നിവർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ നിവർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല അല്ലേ? ഇവരുടെ സ്റ്റെം എന്താണ്? അതിലും സോഫ്റ്റാണ്. ലെറ്റ് us റൈറ്റ്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് എഴുതി നോക്കാവുന്നത്. സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ, അതായത് മണ്ണിലൂടെ ഇങ്ങനെ പടർന്നു പോകത്തില്ലേ? മണ്ണിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പടർന്നു പോകുന്നതിനെയാണ് നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ക്രീപ്പേഴ്സിനെ പോലെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് വേണം. നീഡ് സപ്പോർട്ട് ടു ക്ലിംബ്. അടുത്ത ഫീച്ചറായിട്ട് നമുക്ക് എഴുതിക്കൂടെ? 2 ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്തൊരു ഫീച്ചറായിട്ട് എഴുതാം. എന്ത്? നീഡ് സപ്പോർട്ട് ടു ക്ലിംബ്. അതിന് പടർന്ന് പിടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ കണ്ടിട്ടില്ല, അമ്മമാരൊക്കെ വീട്ടിൽ പയറും ചെടിയോ മത്തങ്ങയോ എന്തെങ്കിലുമൊക്കെ വളർത്തുന്ന ഒരു കുമ്പളങ്ങയൊക്കെ വളർത്തുമ്പോൾ ഓലയൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും അല്ലേ? അതിന് പടർന്ന് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് പയർ ചെടിയൊക്കെ ആണെങ്കിൽ അതിന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം അതിന് എഴുന്നേറ്റ് ഇങ്ങനെ ക്ലിംബ് ചെയ്ത് പോകാനായിട്ട്. പ്രൊഡ്യൂസ് ഹെവി ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്. അത് എന്താണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, വലിയ സൈസിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളാണ് ഉണ്ടാക്കണം അല്ലേ. പാവങ്ങൾ ഇത്രയും സ്ട്രോങ് അല്ലാത്ത സ്റ്റെമ്മും കൊണ്ട് ഇങ്ങനെ കയറിപ്പോയാലും അവ എന്താണ് വലിയ വലിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ചിലത് ഫ്രൂട്ട്സ് ആയിരിക്കും, ചിലത് വെജിറ്റബിൾസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അടുത്തൊരു ഫീച്ചറായിട്ട് എന്ത് ചെയ്താൽ പ്രൊഡ്യൂസ് ഹെവി ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. നമ്മുടെ ചുറ്റും നോക്കിയിട്ട് എക്സാമ്പിൾസ് ഒക്കെ എഴുതാനായിട്ട് വൈൻ പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. പംകിൻ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ. കുക്കുംബർ, കുക്കുംബറിന് നമ്മൾ കുക്കുംബർ തന്നെയാണല്ലേ പറയാം. പംകിൻ, കുക്കുംബർ. വാട്ടർമെലൺ അറിഞ്ഞൂടെ? വാട്ടർമെലൺ എന്ത് കിട്ടാ? തണ്ണിമത്തൻ അല്ലേ. വാട്ടർമെലൺ, തണ്ണിമത്തൻ ഒക്കെ വലിയ വലിയതല്ലേ ഫ്രൂട്ട്സ്. ഗ്രേപ്സ് വൈൻ, മുന്തിരിവള്ളിനെയാണ് നമ്മൾ എന്താ പറയുക, ഗ്രേപ്സ് വൈൻ എന്ന് പറയാം കേട്ടോ. മുന്തിരിവള്ളി ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. പിന്നെ മണി പ്ലാന്റും എന്താണ്, ഒരു വൈൻ പ്ലാന്റ് ആണ്. ഓക്കെ, വൈൻ പ്ലാന്റ്സ് ആർ 2 ടൈപ്പ്. വൈൻ പ്ലാന്റ്സ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ദോസ് ആർ ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ചിലത് എന്താണ്, മണ്ണിലൂടെ മാത്രം പടർന്നു പോകുന്നതാണ്. നമ്മുടെ മത്തങ്ങിന് ഓർത്ത് വയ്ക്കാൻ മതി. മത്തങ്ങ മുകളിലേക്കൊന്നും പിടിച്ച് കയറി പോകുന്നില്ലല്ലോ, ഒരുപാട് മുകളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ചിലർ പറയും പോവുക ഞങ്ങളുടെ വെയിലും കൂടെ ഇങ്ങനെ മുകളിലേക്ക്, ഒരു ഇത്തിരി കോളാണ്. അല്ലാണ്ട് ഒരുപാട് മുകളിലൊക്കെ പോയിട്ട് നമ്മുടെ മുന്തിരിത്തോട്ടം പോലെയൊക്കെ വളർത്തണോ ചെയ്യാം, മത്തങ്ങനെ കൃഷി ചെയ്യാൻ അങ്ങനെയാണോ? അല്ലല്ലോ, മണ്ണിലിട്ടിട്ടല്ലേ. മണ്ണിൽ നമ്മൾ സപ്പോർട്ടായിട്ട് വല്ല ഓലമടല അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്തിട്ടല്ലേ പടർത്താം. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്ന എന്താണ്, ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൂടെ തന്നെ അല്ലെ, മണ്ണിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് പോവാം. ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ് ബൈ ഹോൾഡിങ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വലകളോ മറ്റെന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മുന്തിരിയുടെ തോട്ടം നിർത്തിക്ക് മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ പടർത്തുന്നത് നമ്മളല്ലേ. പക്ഷെ താഴത്തുനിന്ന് അതിന് മുകളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കും. സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ ഇങ്ങനെ വരും. പിന്നെന്താണ്, നമ്മുടെ കയ്പക്കായ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഓർത്തേക്ക്. അപ്പം അങ്ങനെ 2 തരത്തിൽ തിരിക്കുക അല്ലേ ഈ വൈൻ പ്ലാന്റ്സിനെ. ഒന്ന് മണ്ണിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ട് വാട്ടർമെലൺ അല്ലെങ്കിൽ പംകിനൊക്കെ ഉണ്ടാവുന്നത് പോലെ, അല്ലെങ്കിൽ മുകളിൽ കൂടെ നമ്മൾ വല എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പ്രെഡ് ചെയ്യാനൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് അതിനെ എന്തൊക്കെ പറയാൻ പറ്റും, ഗ്രേപ്പ് വെയിൻ അല്ലെങ്കിൽ ബട്ടർ ഗ്രൗണ്ട് അല്ലേ. നമ്മുടെ കയ്പക്കായയോ മുന്തിരിയൊക്കെ എന്താണ് അങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്. ഇനി പ്ലാന്റ്സ് ഇൻ വാട്ടർ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്. എന്താണ് പറയുക, പ്ലാന്റ്സ് വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിന് നമ്മൾ എന്താണ് പറയുക, വാട്ടർ പ്ലാന്റ്സ് എന്നാണ് പറയുക. ഇപ്പോൾ കുഞ്ഞു മക്കളായതുകൊണ്ടാണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പഠിപ്പിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതെന്താവും, അക്വാട്ടിക് പ്ലാന്റ്സ് എന്നാവും കേട്ടോ. ഈ വാട്ടർ പ്ലാന്റ്സിനെ തന്നെയാണ് നമ്മൾ എക്കോറിയത്തിലുള്ള പ്ലാന്റ്സ് അങ്ങനെ ഇരിക്കുക. അപ്പോൾ വാട്ടറിൽ വളരുന്ന പ്ലാന്റ് വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്ന പോലെ ഒരു വലിയത് എത്തുമ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് എന്നാട്ടാ പറയാം. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ എ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. കിട്ടിയില്ലേ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അപ്പം വെള്ളത്തിലും വളരുന്ന ചെടികളുണ്ട് അല്ലേ. അപ്പോൾ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. ലെറ്റ് ആസ് റൈറ്റ്, ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. അപ്പോൾ അവയുടെ ഫീച്ചറൊക്കെ എഴുതണം. പിന്നെയോ അവയുടെ എക്സാമ്പിൾസും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജലസസ്യത്തിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിക്കേ. അത് ജലത്തിൽ പൊങ്ങിക്കിടക്കണതാണ് അല്ലേ. അപ്പോൾ പൊങ്ങിക്കിടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം, എയർ സാക്ക് വേണം അല്ലേ. അവരെ ലീഫിലാണെങ്കിലും സ്റ്റെമ്മിലാണെങ്കിലും ഒരുപാട് എയർ സാക്കുകൾ ഉണ്ടായിരിക്കും, എയർ ഉണ്ടായിരിക്കും. അതാണ് അവയെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനൊക്കെ അവ സഹായിക്കുന്നത്. പിന്നെ അവരുടെ സ്റ്റെം എങ്ങനെയാണ്, ഹാർഡാണോ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് അല്ലേ അവയ്ക്കുള്ളത്. പിന്നെ ഇവ വെള്ളത്തിൽ വീണ് എല്ലാ ഇലകളും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും. പക്ഷെ ഈ വെള്ളത്തിലുള്ള ജീവിക്കുന്ന പ്ലാന്റ്സിൻ്റെ അങ്ങനെ സംഭവിക്കാറില്ല. അതെന്തുകൊണ്ടായിരിക്കും, അവിടെ ലീഫിന് ഒരു പ്രത്യേക കോട്ടിങ് ഉണ്ടായിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു കവറിങ് അവർക്ക് വേണ്ടേ. അതുകൊണ്ടാണല്ലോ അവ വെള്ളത്തിൽ ചീഞ്ഞു പോകാണ്ടിരിക്കണേ, ഒരു വാക്സ് കവറിങ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ,
ഇനി നമ്മളൊരു ഗ്ലാസ്, അതായത് ട്രാൻസ്പാരൻ്റ് ആയ ഒരു ഗ്ലാസ്, നമുക്ക് അപ്പുറം ഇപ്പുറം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വിസിബിൾ ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ കാണാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ പയർ ചെടിയുടേതോ എന്തെങ്കിലും വിത്ത്, പയറാകുമ്പോൾ വേഗം മുളയ്ക്കും, നമുക്കത് കാണാൻ പറ്റും, വേഗം ഒരു 3-4 ദിവസം കൊണ്ട് പയർ മുളയ്ക്കും. അപ്പോൾ ആ പയർ വിത്ത് എന്തെങ്കിലും എടുത്തിട്ട് നട്ടിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഏത് ഭാഗമാണ് വന്നത്, ഷൂട്ടാണോ റൂട്ടാണോ, അല്ലെങ്കിൽ എന്താണ്, ആ ചെടിക്ക് എത്ര ദിവസമാണ് മുളയ്ക്കാൻ വേണ്ടി വന്നത്, നമ്മൾ കുറച്ച് വെള്ളവും അതിന് സൂര്യപ്രകാശവും ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് മുളച്ചുടങ്ങും അല്ലേ. അപ്പോൾ അത് എത്ര സമയമെടുത്ത്, ഫസ്റ്റ് ഇല വന്നത് എപ്പോഴാണ്, ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട്, ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിച്ചിട്ട് ആ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ, ഏത് സീഡാണ് എടുത്തതെന്ന്. പയറാണെങ്കിൽ എന്താ പി എന്ന് എഴുതാം കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, എന്നാണ് നമ്മൾ ആ പയറിന്റെ വിത്ത് നട്ടത്, പാകിയത്, ആ ഡേറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. ഡേറ്റ് ഓഫ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയ്ക്കുക അല്ലെ, വിത്ത് മുളയ്ക്കണേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ജെർമിനേഷൻ എന്ന് പറയാം. അപ്പൊ എന്നാണത് ജെർമിനേഷൻ ചെയ്തത് എന്ന് എഴുതാം. മുള വന്നത് മനസ്സിലായി, റൂട്ടായാലും ഷൂട്ടായാലും എന്തായാലും ഒരു ഇങ്ങനെ മുള വരൂലേ, അതെന്നാണ് മണ്ണിന് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റിയത്, അത് എഴുതാം കേട്ടോ. ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രൗട്ട്, ആദ്യത്തെ ഇല എന്നാണ് വന്നത്. ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിങ്, 2 ലീഫ് എന്നാണ് കാണാൻ പറ്റിയത്. ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ്സ് ഇൻ 7 ഡേയ്സ്, അതായത് ഒരു 7 ദിവസം കഴിഞ്ഞ ശേഷം ആ പ്ലാന്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ സ്റ്റെം ഉണ്ടാവില്ല, അതിന് കുഞ്ഞു സ്റ്റെം, അതിൻ്റെ തിക്നെസ്, അതൊക്കെ നമ്പർ ഓഫ് ലീവ്സ്, എത്ര ഇലകൾ വന്നു, ഇതൊക്കെ എഴുതാനാണ്. അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ. ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ബെൽ ബട്ടൺ